ഗുഡ് മോർണിംഗ് സർ. രാജ്യത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സിഐക്ക് ഇപ്പൊ കൂനിന്മേൽ കുരുവെന്ന പോലെയായി. ഒന്നിനുമേൽ ഒന്നായി കേസുകൾ വന്ന് കുമിഞ്ഞു കൂടുകയല്ലേ. ഒരെണ്ണം അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ 3 കഴിഞ്ഞു. ഈ ബന്ധം ഹർത്താലും ഒക്കെ നിരോധിക്കുന്ന പോലെ കൊലപാതകങ്ങൾ നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാവണം സർ. നോൺസെൻസ്. എടോ, തന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ലെങ്കിൽ ഈ കാക്കിയും തോക്കൊക്കെ ഊരി വെച്ച് വേറെ വല്ല പണിയും നോക്കണോ. സോറി സർ, ജോലിക്ക് ഞാൻ ഫിറ്റാണെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. രാഷ്ട്രീയക്കാരുടെ പാരലൽ ഫോഴ്സിന് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. ഞങ്ങൾ നേതാക്കന്മാർ വിചാരിക്കുന്നത് പോലെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടക്കൂ. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? കഴിവുകേട് സംബന്ധിച്ച് പിന്മാറിക്കോ. ഡൽഹിയിൽ നിന്നും ബുദ്ധിയും ശക്തിയും ചങ്കുറപ്പുമുള്ളവരെ ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളുന്ന കുറെ പാവകളെ ഇറക്കുമതി ചെയ്ത് ലോക്കൽ പോലീസിന്റെ മൊറൽ തകർക്കുന്ന ഏർപ്പാടൊന്നും ഇനി ഇവിടെ നടക്കില്ല സർ. Then get prepared to accept your suspension order within 48 hours. Make it 24 hours sir. You can suspend me, dismiss me or transfer me. I don't mind. പക്ഷേ ആ ഓർഡർ കൈപ്പറ്റുന്നതിന് മുമ്പ് എന്റേതായിട്ടുള്ള ചില ഫൈൻഡിങ്സ് സ്റ്റേറ്റിലെയും സെന്ററിലെയും ഹോം മിനിസ്റ്റർക്ക് ഞാൻ കൈമാറും. I don't care. You have to. ബിസിനസ് സാമ്രാജ്യം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് കൂടെയുള്ള 2 ബിസിനസ് പാർട്ട്നേഴ്സിനെ നിങ്ങൾ കൊല്ലിച്ചേർന്ന ഒരു കൺക്ലൂഷനിലെത്തി. അത് പത്രക്കാർക്ക് ഞാൻ ലീക്ക് ചെയ്താൽ സാറിന്റെ പൊളിറ്റിക്കൽ കരിയർ, മന്ത്രിസ്ഥാനമൊക്കെ എന്ന് സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും. MLA പോയിട്ട് ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റ് പോലും ആകാൻ കഴിയാതെ മാസ് ലീഡർ വിശ്വനാഥൻ. Shut up, you fool. Better you keep your mouth shut. That will be better for me, for you and for my investigation. Goodbye. സാറേ, എന്തിനാ ഈ മാലയും പോക്കെ കൊണ്ടുപോകുന്നത്? അകത്താരെങ്കിലും മരിച്ചു കാണും. ഓ, ഞാൻ ഊഹിച്ചു. കഷ്ടം. അപ്പൊ പിന്നെ ഈ റീത്തിന്റെ ഉപയോഗം എന്താ? അത് കല്യാണത്തിനോടല്ലേ? CI മോഹൻദാസ് ഉണ്ടോ ഇവിടെ? അവന്റെ അമ്മയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ദേവരുടെയും ബാബച്ചന്റെയും ഭരണത്തിൽ അവന് എന്നെ സംശയമുണ്ടെന്ന്. വിശ്വട്ടൊരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. സ്ത്രീവിവാദ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി കനകദാസ് രാജിവെച്ചു. പാർട്ടി ഇപ്പൊ ആ സ്ഥാനത്തേക്ക് വിശ്വട്ടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മെസ്സേജ് ഇപ്പൊ എത്തും. അറിഞ്ഞ പാടെ ഞങ്ങൾ ഫോണിലും മൊബൈലും ട്രൈ ചെയ്തു, പക്ഷെ രണ്ടും കിട്ടുന്നില്ല. കനകദാസിന്റെ രാജി അവന്റെ ആൾക്കാരുടെ അനാവശ്യ ഫോൺ കോൾ ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലം മൊബൈൽ ഓഫ് ചെയ്തു. അത് നന്നായി. ഭരിക്കാൻ പോകുന്ന മന്ത്രിക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. സത്യപ്രതിജ്ഞ ഉടനെ ഉണ്ടാവും. എന്തൊക്കെയുണ്ട് കനകദാസ്? രാജഭാരം കൈവിട്ടു പോയ ശേഷം കേവലം ഒരു പ്രജയുടെ സ്ഥാനം പോലും ഇല്ലാതായി പാർട്ടിയിൽ നിനക്ക്, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നിന്നെ ഉയർത്തി അങ്ങ് വാഴ്ത്തപ്പെട്ടവനാക്കിവൻ ഞാൻ. അതേ കസേരയിൽ നിന്നും പിടിച്ച് താഴെ ഇറക്കി നിനക്കായി പട്ടണ തീർത്തതും ഈ വിശ്വനാഥൻ. My hearty congratulations. പുതുവർഷ പിറവിയിൽ മന്ത്രിപദം അലങ്കരിക്കാൻ പോകുന്ന താങ്കൾക്ക്. എന്നാൽ മിസ്റ്റർ വിശ്വം, സത്യപ്രതിജ്ഞാ കർമ്മം കഴിഞ്ഞ് അങ്ങ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലിരുന്ന് നീണാൾ വാഴാമെന്നുള്ള മോഹമാണെങ്കിൽ അത് വേണ്ട. മാറി നിൽക്കണി മുമ്പിന്ന്. എനിക്കറിയാം ഇവിടെ നടന്ന കൊലപാതകങ്ങളുടെ പിന്നിൽ ജീർണിച്ച് മണ്ണോട് മണ്ണടിഞ്ഞ നിന്റെ പഴയ പ്രതികാരത്തിന്റെ തിളപ്പാണെന്ന്. തീർക്കും ഞാൻ. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആദ്യമ തുക നിന്റെ അടുത്തോ നിനക്കായി തീർത്ത വിലങ്ങുമായി ഈ കൈകളിൽ അണിയാൻ കഴിയില്ല മിസ്റ്റർ വിശ്വനാഥൻ. അതിനു മുൻപ് അയക്കും ഞാൻ നിന്നെ. വാവച്ചനെയും തേവരെയും അയച്ച അതേ ഇടത്തേക്ക്. 5 വർഷത്തെ ബോംബെ ഡൽഹി ജീവിതത്തിൽ ഞാൻ കയറിയിറങ്ങിയ വഴികൾ, യാതനകൾ, ഇവയെല്ലാം സഹിച്ച് കാശ് നേടുമ്പോഴും ഈശ്വരനോട് ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. നീ അടക്കമുള്ള രാജ്യദ്രോഹികളെ ഞാൻ എത്തും വരെ ജീവനോടെ വച്ചേക്കണമേ എന്ന്. മരണത്തിന്റെ കവാടം നിനക്കായി തുറക്കപ്പെട്ടു കഴിഞ്ഞു. 5 വർഷത്തെ അജ്ഞാതവാസത്തിന് ശേഷം ഈ പാർവതിക്ക് വരുന്ന ഭട്ടാഭിഷേകമാണത്. സത്യപ്രതിജ്ഞാ കർമ്മത്തിനു വേണ്ടി നിനക്കായി നേരുന്ന ആദ്യത്തെ എന്റെ മരണാശംസകൾ. വരട്ടെ മിസ്റ്റർ വിശ്വനാഥൻ. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്.
എന്റെ ബാങ്ക് ഡിപ്പോസിറ്റിന്റെ പകുതി ഭാഗം അഗ്രഹാരങ്ങളിലെ അശരണരായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും, കാൽഭാഗം എന്നോട് കൂറുകാട്ടി നിന്ന് നന്ദൻ, വില്യം, സിന്ധു എന്നിവർക്കും, ബാക്കിയുള്ളവ ആരാധനാലയങ്ങൾക്കും എന്റെ മരണശേഷം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. മറ്റു വസ്തുവകകൾ അനാഥ മന്ദിരത്തിനായി ഞാൻ സംഭാവന ചെയ്യുന്നു. മാഡം, സ്വത്തുക്കൾ മോഹിച്ചോ പണം സമ്പാദിക്കാമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഒപ്പം കൂടിയത്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച യാതനകൾ മനസ്സിലാക്കിയപ്പോൾ ഒരു സഹായം കൂടെ നിൽക്കാൻ എന്തിനും തയ്യാറായിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. വില്യംസ്, മരണത്തിന്റെ കാലൊച്ച ഞാൻ കേട്ടുകഴിഞ്ഞു. വിശ്വനാഥൻ, ഈ ജീവിതത്തിൽ അവന് മാത്രം ബാക്കി വെച്ചിട്ട് എനിക്ക് എന്റെ വിഷ്ണുവേട്ടന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ആ ആത്മാവ് എന്നോട് പൊറുക്കില്ല. വിശ്വനാഥൻ, യുവർ വാറന്റ് ഈസ് റെഡി. ഡെത്ത് വാറന്റ്. എന്താ സാർ ഈ വഴിക്ക്? പുതിയ കൊലപാതകം വല്ലതും നടന്നോ? ഇനി ഒരു കൊലപാതകം കൂടി നടക്കാതിരിക്കാൻ മിസ്സിസ് പാർവതി വിഷ്ണുവിനെ ഒന്ന് കാണാൻ വന്നതാണ് ഞാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കെന്നല്ല ആർക്കും എന്നെ മനസ്സിലാവില്ല. ഡിപ്പാർട്ട്മെന്റുകാർക്ക് പോലും ഞാനൊരു തിരുമണ്ടനാണ്. ബാബച്ചന്റെ നാടകീയമായ ആക്സിഡന്റ് ഡെത്ത്, കായൽ തീരത്തണിഞ്ഞ പൊള്ളാച്ചി തേവരുടെ ഡെഡ് ബോഡി, വഴിയിൽ കുത്തേറ്റ് മരിച്ച വിമൽ രാജിന്റെ സൂയിസൈഡൽ ഹോമിസൈഡ്, എല്ലാത്തിന്റെയും പിന്നിൽ ഒരാളാണെന്ന നിഗമനത്തിലെത്താൻ ഞങ്ങൾക്കല്പ ബുദ്ധിമുട്ടേണ്ടി വന്നു. പഴയ അഗ്രഹാരത്തിലെ തമ്പുരാട്ടിക്കുട്ടിയുടെ പുതിയ അവതാരമായി മാറിയ പാർവതി ശർമ്മയ്ക്ക് ഇനി ഞങ്ങളോടൊപ്പം വരാം. യു ആർ അണ്ടർ അറസ്റ്റ്. ഇല്ല, നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞ കൊലപാതകങ്ങൾ മുഴുവൻ ചെയ്തത് ഞാനാണ്. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം തെളിവുകൾ നിങ്ങൾക്ക് കിട്ടില്ല. എല്ലാം ഞാൻ പറയാം സാർ. ഹോട്ടലിലേക്ക് ചേട്ടന് വിട്ടതും അഴകപ്പം വഴി ഇവിടേക്ക് എത്താൻ ഒരു റൂട്ട് ഒപ്പിച്ചതും പാർവതി മാഡത്തിന്റെ പ്ലാനിംഗ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മാഡത്തിന്റെ കുടുംബത്തോട് കാട്ടിയ അതിക്രൂരമായ ചതികളുടെ കണക്ക് തീർക്കാൻ എത്തിയതായിരുന്നു ഞങ്ങൾ. നന്ദകുമാർ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാ. സത്യങ്ങൾ ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. സംഭവങ്ങളുടെ സത്യസ്ഥിതി അറിഞ്ഞപ്പോ ഈ മരിച്ചവരൊക്കെ തന്നെ ശിക്ഷ അർഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ സോറി മാഡം, നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത് പാർവതി ശർമ്മയല്ല, കോടതിയാണ്. കോടതി? വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ പറയുന്ന സത്യസന്ധതകൾ അപ്പാടെ നടപ്പിലാക്കിയിരുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, CI വിഷ്ണുദത്തൻ. എന്നെ ജീവന തുല്യം സ്നേഹിച്ച എന്റെ വിഷ്ണുവേട്ടൻ നിർധനയായ ഒരു ബ്രാഹ്മണ പെണ്ണിനെയും അവളുടെ അച്ഛനെയും അസമയത്ത് കുറെ ദുഷ്ടന്മാരിൽ നിന്ന് മോചിപ്പിച്ച് അഭയം കൊടുത്തതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? അതോ ഈ രാജ്യത്തെ ശിഥിലമാക്കുന്ന രീതിയിൽ കള്ളപ്പണവും കരിഞ്ചന്തയും നടത്തിയവരുടെ കൈകളിൽ കയ്യാമം വെച്ചതോ? ഒരു പുലർച്ചെ കൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ വിഷമയമാക്കി കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ മരണത്തിന് ഉത്തരവാദിയായ രാജ്യദ്രോഹികളെ ജയിലിലടച്ചതാണോ? പറയണം, പറയണം സർ, ഇതിലേതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്? നീതിക്ക് വേണ്ടി തുലാസിന്റെ വലം തട്ടിൽ തൂക്കിയ മാടപ്രാവിന് പകരം ശിവ ചക്രവർത്തിയുടെ മാംസം ചോദിച്ചു വാങ്ങിയ കഴുകന്റെ കണ്ണുകളാവരുത് ഇവിടുത്തെ നീതിപീഠങ്ങൾ. എന്റെ കണക്കുകൂട്ടലുകൾക്ക് പറ്റിയ ആദ്യത്തെ പിഴവ് സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ തോൽക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നത്. പക്ഷേ ഞാൻ കരുതിയതിനു മുൻപ് നിങ്ങൾ വിജയം നേടി. കൃത്യനിർവഹണത്തിൽ പിഴവേൽക്കാതെ ഈ കൈകളിൽ ഇനി സാറിന് വിലങ്ങിടാം. മിസ്സിസ് ഗായത്രിയോട് എനിക്ക് സഹതാപമുണ്ട്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കോടതി അന്ന് അവരെ ശിക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിയമം കയ്യിലെടുക്കേണ്ടി വരില്ലായിരുന്നു. ഏതായാലും ചെയ്ത കുറ്റങ്ങൾ സ്വയം ഏറ്റുപറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്കൊരു വിലങ്ങിന്റെ ആവശ്യമില്ല. യു ക്യാൻ കം വിത്ത് മീ. സത്യപ്രതിജ്ഞാകർമ്മം കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ വരവ് ഇവിടെയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു അഭിസാരികയായ കൊലപാതകിയെ അറസ്റ്റ് ചെയ്ത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുടെ മുന്നിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ തിടുക്കത്തിൽ ഞാനിവിടെ എത്തുകയായിരുന്നു. ഇന്ന് പൗരാവലിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ നിൽക്കുമ്പോ അവർക്ക് വേണ്ടി ഈ നാടിനെ നടുക്കിയ 3 കൊലപാതകങ്ങളുടെ പ്രതിയെ കയ്യാമം വെച്ച് ജയിലിലടച്ച വാർത്തയാണ് എനിക്ക് നൽകാനുള്ളത്. ഈ വിശ്വനാഥൻ മന്ത്രിപദവിയിൽ അമർന്ന് കിരീടധാരണം നടന്ന ശേഷം ആ അധികാര കിരീടത്തിൽ തിരുവാനുള്ള ആദ്യത്തെ പൊൻതൂവൽ വരും ഞാൻ നിന്റെ ക്ഷേമാന്വേഷണവുമായി അങ്ങ് ജയിലിൽ.
വിടില്ല. കോടതി നൽകുന്ന ശിക്ഷയാവില്ല ജയിലിൽ നിനക്കായി കാത്തിരിക്കുന്നത്. അധികാര കസേരയിൽ അമർന്ന് ജനലക്ഷങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ നീ തെരുവിൽ ഇറങ്ങുമ്പോൾ നിനക്കായി വിധിച്ച മരണത്തിന്റെ വിധിയുമായി ഞാൻ അവിടെ എത്തിയനെ. ആയിരങ്ങളുടെ ആരാധനാ പുരുഷനായി നീ നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ ഞാനും ഉണ്ടായനെ. പിഴച്ചു അല്പം. പക്ഷേ വിശ്വനാഥൻ, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഞാൻ വരും നിനക്കായി, നിന്റെ അന്ധകരായി മാത്രം. നിർത്തണേ. അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകുന്ന നേരത്തും നിന്ന് കസർക്കുന്നോ? ഇവിടെ മുന്നിൽ വെച്ച് അരിഞ്ഞ് തകർക്കും ഞാൻ. പ്ലീസ്, ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറുന്നത് ദാറ്റ് ഇസ് നോട്ട് പ്രോപ്പർ സർ. പ്രത്യേകിച്ച് ഒരു മന്ത്രി എന്ന നിലയിൽ. അറിയാടോ, എനിക്കറിയാം. തനിക്കുണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ ഒരു സൂത്രധാരന്റെ വേഷം. രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതും താൻ നോക്കിയേനെ. ഞാനൊന്ന് നിവർന്നിരുന്നോട്ടെ. എന്റെ മുന്നിൽ എത്തിക്കും ഞാൻ നിന്നെ. ആ കസേരയിൽ നിവർന്നിരിക്കാനുള്ള ഭാഗ്യം സാറിന് ഉണ്ടായിട്ട് വേണ്ടേ? നിരത്തിലോടുന്ന വണ്ടികളുടെ കണക്ക് പറഞ്ഞ് കപ്പം വാങ്ങിയതിനായിരുന്നു അന്ന് ഈ കസേരയിൽ ഇരുന്ന മന്ത്രിക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. അതിനുശേഷം വന്ന ഭരണാധികാരിക്ക് വൃത്തികെട്ട ആരോപണങ്ങളുടെ പേരിൽ മന്ത്രി കുപ്പായം ഊരി പുറത്തു പോകേണ്ടി വന്നു. അടുത്ത ഊഴം സാറിന്റേതാണ്. കഴിയില്ല സാർ. ഒന്ന് നിവർന്നിരുന്ന് കഴിയുമ്പോഴേക്കും പിടിച്ചിറക്കാനുള്ള പുതിയ തന്ത്രങ്ങളുമായി അടുത്ത ഗ്രൂപ്പ് സാറിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. വാളെടുത്തവൻ വാളാൻ. ഈ ധാർഷ്ട്യം എന്നോട് വേണ്ട സാർ. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യമാണ്. അല്ലാതെ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ജനങ്ങളുടെ മേൽ നിങ്ങൾക്കുള്ള ആധിപത്യമല്ല. അഗ്രഹാരത്തിൽ ജനിച്ചു വളർന്ന് വേദങ്ങളും ഉപനിഷത്തുകളും മാത്രം മനസ്സിൽ പേറി ഈശ്വര ചിന്തയുമായി നടന്നിരുന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടിക്ക് കൈത്തോക്കും കഠാരയും എടുക്കേണ്ടി വന്നത് സമൂഹത്തിൽ മാന്യത ചമഞ്ഞ് നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ ദുഷ്പ്രവൃത്തികളുടെ ഫലമായിട്ടാണ്. ചോരക്കറയുടെ ബാക്ക്ഗ്രൗണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷനായി മാറുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും സർ. ഇല്ലെങ്കിൽ ജനങ്ങൾ അവസാനിപ്പിക്കും. ടൈഗർ 1, അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഓവർ. നിങ്ങളിറങ്ങി പുറത്തേക്കണം. ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള. ശരി.
ഇതൊരു വിജയമായി ആഘോഷിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നറിയാം. സത്യവും നന്മയും കൂടി ജയിച്ചാൽ മാത്രമേ ഇവിടെ നിയമങ്ങൾക്ക് അർത്ഥമുണ്ടാവൂ.